CPIM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ സംബന്ധിച്ചുള്ള CPIM നിലപാടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് നിർവഹിക്കുക. കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് നിർവഹിക്കുക. അതുപോലെ തന്നെ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കടൽ മണൽ ഖനനത്തിൽ എന്തൊക്കെയാണ് പ്രചരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ, അതായത് സംസ്ഥാനത്തിൻ്റെ ശക്തമായ എതിർപ്പ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടും നിരവധി ആയ നടപടികൾ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടും നിയമസഭയിലടക്കം കൂട്ടായ സമരം UDF-ൻ്റേതടക്കം വേണം എന്നാവശ്യപ്പെട്ടിട്ടും സംസ്ഥാനത്തിനെതിരെ LDF-നെതിരെ ഒക്കെ കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അതിനെതിരെയുള്ള വസ്തുതാപരമായ പ്രതികരണം കൂടി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തി. മാത്രമല്ല, കേരളത്തിൻ്റെ, അതായത് കരിമണൽ ഖനനം കേരളത്തിനാണ് നേരിട്ട് ആഘാതം ഏൽപ്പിക്കുക, അതും ഒരു വ്യക്തികൾക്ക് നൽകുന്ന, സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ താല്പര്യത്തിനും പൊതുജന താല്പര്യത്തിനും വിരുദ്ധമാണ്. അപ്പോൾ കേരള താല്പര്യത്തിനായി പൊതുവിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹകരിച്ച് നീങ്ങണം. ഇത് നിയമസഭയിൽ അടക്കം UDF-നോട് ആവശ്യപ്പെട്ടിരുന്നു. വരട്ടെ, ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ UDF അത് വേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനവും LDF-ഉം എന്ന നിലയിൽ ശക്തമായ പ്രതിഷേധമാണ് ഇടതുപക്ഷം ആ വിഷയത്തിൽ എല്ലാ കാലവും എടുത്തിട്ടുള്ളത്. അതിനെതിരായി വരുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ അത് വ്യാജ വാർത്തകൾ തന്നെയാണെന്ന് അസന്നിഗ്ധമായി ഗോവിന്ദൻ മാസ്റ്റർ MV ഗോവിന്ദൻ ഒരിക്കൽ കൂടി പറഞ്ഞു. പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിൽ 30 ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 ഇടങ്ങളിലാണ് LDF വിജയിച്ചത്. 12 ഇടത്ത് മാത്രമാണ് UDF-ന് വിജയിക്കാനായത്. ഒരു സീറ്റും നേടാൻ BJP-ക്കായില്ല. മാത്രമല്ല, അതിലെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന കാര്യം കൂടി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പിന്നീട് ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ കാര്യത്തിലാണ്. ആ സമരം, ആശാവർക്കർമാർ ഒരിക്കലും ശത്രുക്കളല്ല തങ്ങൾക്ക്. പക്ഷേ ആ സമരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എലമെൻറ്റുകൾ, അത് കേരളത്തിൻ്റെ പൊതുവികസനങ്ങളെ എല്ലാ കാലവും എതിർത്തിട്ടുള്ള ചില എലമെൻറ്റുകളാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി, SUCI പോലെയുള്ള അരാജകവാദം പ്രചരിപ്പിക്കുന്ന സംഘടനകൾ. അവരാണ് ഗെയിലിൻ്റെ കാര്യത്തിലും കീഴാറ്റൂര് പണ്ട് വയൽക്കിളികളുടെ കാര്യത്തിലും ഒക്കെ സമരം ചെയ്ത് കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ഷീജ, എന്തൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ വിവിധ വിഷയങ്ങളിൽ CPIM നിലപാട് പറഞ്ഞത്? തീർച്ചയായും അഞ്ജുമിഷ നേതാക്കൾ ഇന്നിപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ ആദ്യം തന്നെ ഇനിയിപ്പോൾ CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുകയാണ്. അത് പ്രകാശ് കാരാട്ടായിരിക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ പാർട്ടി ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നീങ്ങുന്നത്. കാരണം ജില്ലാ സമ്മേളനങ്ങളിൽ ആവശ്യമായ തെറ്റുതിരുത്തലുകൾ വരുത്തിയാണ് എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പിണറായി വിജയൻ അവതരിപ്പിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും 3ാം LDF സർക്കാരിന്റെ ഒരു ദിശാബോധം നിശ്ചയിക്കുന്ന കാഴ്ചപ്പാടുകൾ അത് ഇത്തവണത്തെ സമ്മേളനത്തിലെ ചർച്ചയിലൂടെ ഉയർന്നു വരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊരു വിഷയം അദ്ദേഹം സൂചിപ്പിച്ചത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. ഇതിൽ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. 17 ഇടത്ത് LDF-ന് വിജയിക്കാൻ സാധിച്ചു. അതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രധാനമായും കാണേണ്ടത് 7 വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ചിലയിടങ്ങളിൽ വിജയിച്ചതാകട്ടെ SDPI-യാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ പാങ്ങോട് പുലിപ്പാറ വാർഡിൽ SDPI-യുടെ വിജയം, SDPI-യുടെ വോട്ട് ഇരട്ടിയാകുന്ന കാഴ്ചയാണ് കണ്ടത്. UDF വോട്ടുകളാണ് SDPI-യിലേക്ക് പോയത് എന്നുള്ളത് കണക്കുകളിൽ നിന്ന് വ്യക്തം. LDF-ന്റെ വോട്ടുകൾ അവിടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് പലയിടങ്ങളിലും, അതായത് SDPI വിജയിച്ച ഇടങ്ങളിൽ ഇത്തരത്തിലൊരു പൊതു സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ വർഗീയ ഭീകരവാദം അത് കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നുകൊണ്ട് LDF-നെതിരായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള ശ്രീവരാഹം വാർഡിൽ അതിൽ കോൺഗ്രസിന്റെ വോട്ട് പകുതിയായി ചുരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP-ക്ക് കോൺഗ്രസ് വോട്ട് നൽകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു
പറയുകയും ചെയ്തു. മറ്റൊരു വിഷയം കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൽ LDF സർക്കാർ തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് ചില വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. തീർത്തും അസംബന്ധമാണ് ഈ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ. പാർട്ടി പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു. ശക്തമായ എതിർപ്പ് പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനൊപ്പം തന്നെ സംസ്ഥാനം ശക്തമായ എതിർപ്പ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ എതിർപ്പിന് പിന്നാലെയാണ് ഇവിടെ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പോലും ഉയർന്നു വന്നത്. അതൊന്നും കാണാൻ മനഃപൂർവ്വം ചിലർ കൂട്ടാക്കുന്നില്ല. ഈ ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം സംസ്ഥാനത്ത് നടത്തുന്നതും ഇടതുപക്ഷം തന്നെയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നും 18 MP-മാർ UDF-ന്റേത് പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ. അവർ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള വിഷയങ്ങളും ഗൗതം മാസ്റ്റർ മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മറ്റൊരു വിഷയം അദ്ദേഹം സൂചിപ്പിച്ചത് ആശാ വർക്കർമാരുടെ സമരമാണ്. ഇതിൽ ഞങ്ങൾക്ക് ആരും ശത്രുക്കളല്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അവരോട് ഞങ്ങൾക്ക് ശത്രുതാ മനോഭാവം ഉണ്ട് എന്ന് വരുത്തി തീർക്കാം. പക്ഷേ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം എത്രയും വേഗം അവസാനിപ്പിക്കണം, അതിന് ഇനിയും ചർച്ചകൾ വേണമെങ്കിൽ നടക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം ആരും ചർച്ച ചെയ്യാത്തത് ഇതിൽ കേന്ദ്രത്തിന്റെ നിലപാടാണ്. 100 കോടിയോളം രൂപയാണ് കേന്ദ്രത്തിന്റെ കുടിശ്ശിക നിലനിൽക്കുന്നത്. സംസ്ഥാനം കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ മാധ്യമങ്ങൾക്ക് ചില അജണ്ടയുണ്ട്. അത് വെച്ചാണ് മാധ്യമങ്ങൾ സർക്കാരിനും ഇടതുപക്ഷത്തിനും എതിരെ നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ സമരവും അതിന്റെ സമര നേതൃത്വവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കാരണം അരാജകവാദികളായ നിരവധി പേർ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവർ SUCI അതോടൊപ്പം തന്നെ SDPI, ജമാഅത്തെ എന്നിവർ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. കേരളത്തിൽ വികസനത്തിന് എതിര് നിന്ന അതേ ടീമാണ് ഇപ്പോൾ ഈ ഒരു സമരത്തിലും നേതൃത്വം നൽകാനായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ വിലപ്പോവില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശരി, ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.